എല്ലാവർക്കും വൺസ് അഗൈൻ നമസ്കാരം. ഞാനിവിടെ ഓരോ ദിവസവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മളിൽ മാറ്റമുണ്ടാവണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നല്ല ബോധതരത്തിലുള്ള വായനകളും പ്രാർത്ഥനകളും നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന രീതികളുമൊക്കെ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ആവാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഒരു മനുഷ്യൻ്റെ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ ആയിട്ട് അവൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്, അത് എങ്ങനെ ലളിതമായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കാം, പാകപ്പെടുത്തിയെടുക്കാം എന്നത് വളരെ ഡീപ്പായി ആലോചിച്ചിട്ടാണ് ഓരോ വാക്കുകളും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഈവൻ ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും അത്രയും ശ്രദ്ധയോടെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയാണ് വാക്കിൻ്റെ അർത്ഥങ്ങൾ എന്നൊക്കെ പലവട്ടം പല ക്ലാസ്സുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തെ എങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെന്നും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും തിരിച്ചറിയാത്ത ഒരാൾക്കാണ് ഈ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. കാരണം ഞാൻ അവിടെ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു എന്ന ഒരു തീരുമാനം ആദ്യം വേണം. എന്നിട്ടാണ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയാം. അപ്പൊ ഞാൻ അവിടെ പോകുന്നു എന്ന് മാത്രമേ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എന്നുള്ള ആ പദത്തിൽ ഒരു പ്രത്യേക പേരുണ്ട്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാൻ അവിടെ പോകുന്നു എന്ന് നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നു മാത്രം എഴുതിയിട്ട് എന്താ കാര്യമുള്ളേ? ഈ അവിടെ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ്. അവിടെ എന്നുള്ളത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അത് അവനവനനുസരിച്ച് മാത്രമേ മാറ്റപ്പെടുത്താൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയണു എനിക്ക് തിരുവനന്തപുരം പോകുന്നു എന്നത് നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങൾ എഴുതിക്കോളൂ. ഞാൻ അവിടെ പോകുന്നു എഴുതിക്കോളൂ. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകണ്ടെങ്കിൽ തിരുവനന്തപുരം എഴുതണം, അല്ല നിങ്ങൾ കൊല്ലത്തേക്കാണ് കൊല്ലം എഴുതണം. പക്ഷെ നിങ്ങളും അവിടെ പോകുന്നു എന്ന് പറഞ്ഞാലും എഴുതിയാൽ എന്ത് സംഭവിക്കും? ഒരു ക്ലാരിറ്റി കേൾക്കുന്നവന് മനസ്സിലാവില്ല. വാക്കുകളെ നമ്മൾ ഉപയോഗിക്കാൻ മനസ്സിലാക്കണം. എന്തെങ്കിലും പറഞ്ഞ് ഇത് കമ്മ്യൂണിക്കേഷനുള്ള വലിയ വിഷയത്തിൽ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന 90% വിഷയങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടിൽ നടക്കുന്ന വിഷയവും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളോ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തോ പറയുന്നത് മറ്റെന്തോ ആണ്. ഇതിനെ മാറ്റാനാണ് ഇത്രയും കാലങ്ങളായിട്ട് ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സന്തോഷപൂർവ്വം പറയാണ്, നമ്മുടെ മെമ്പർഷിപ്പിൽ ക്ലാസ്സിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെട്ട 90% ആൾക്കാർ ഇപ്പോൾ അത്രയും നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. എന്തുകൊണ്ട് 10% കുറച്ചു എന്നല്ലേ? ഒന്നും ചെയ്യുന്നില്ല, അവരും ചെയ്യുന്നില്ല. ഒരു സത്യാവസ്ഥ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത്, 3 മാസമായി മെമ്പർഷിപ്പ് ക്ലാസ്സിൽ പേയ്മെന്റ് തന്നിട്ട് എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാൻ സംസാരിച്ചു. ഓക്കെ, ഇന്നത് ക്ലാസ്സിൽ കയറിക്കോളൂ, ഏറ്റവും കുറഞ്ഞ ക്ലാസ് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് 3 മാസം മുമ്പേ ക്ലാസ് പേയ്മെന്റ് ചെയ്ത ആള് ഒരു ദിവസം പോലും ക്ലാസ് കണ്ടിട്ടില്ല. ഇത് സാറേ ക്ലാസ് എവിടെ വരുന്നത് എനിക്കിതുവരെ അറിയില്ല. എന്താപ്പ്? ഒരു 10 പ്രാവശ്യമെങ്കിലും അഡ്മിൻ വിളിച്ചു പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ക്ലാസ്, ഇങ്ങനെയാണ് വരുന്നത്. നോക്കട്ടെ എങ്ങനെ മാറ്റം വരാനാ? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ 2500 രൂപ കൊടുത്തു, സാർ എനിക്ക് നേരിട്ടല്ലേ ക്ലാസ് കയറേണ്ടത്, അതെന്ത് തരാത്ത? മാറുമോ? അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? ഇത്രയും ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ഞാൻ എത്ര സമയം വേണം ക്ലാസ് എടുത്തു തരാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ഞാൻ ചെയ്താൽ പറ്റില്ലല്ലോ. ഇപ്പം എത്രയാ ഇവിടെ ക്ലാസ്സുകളുള്ളത്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അപ്പം മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങളോട് എല്ലാവരോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ് പറയാം. അപ്പം ഇന്നത്തെ ക്ലാസ് വളരെ സുപ്രധാനമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് മനുഷ്യന് ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും എല്ലാ വിഷയങ്ങളെ പറ്റി ഞാൻ സംസാരിക്കാറുണ്ട്, പണത്തെ പറ്റി സംസാരിക്കാറുണ്ട്, മറ്റു കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായവരും ഇപ്പോൾ കുറേയൊക്കെ മാറ്റപ്പെട്ടവരാണ്. ചില സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നേടാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് എനിക്കത് നേടാനായിട്ട് എന്നെ തടസ്സപ്പെടുന്ന പ്രധാന കാരണം? അത് മറ്റൊന്നുമായിരിക്കില്ല, പുറത്ത് എന്തെങ്കിലും സാധനമായിരിക്കില്ലല്ലോ. 2 കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് നമ്മളെ തടസ്സം. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നു, നമുക്കത് ലഭിക്കാത്തതിന് പ്രധാനമായിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള 2 കാര്യങ്ങളാണ്. പിന്നെ പ്രത്യക്ഷമല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ ഞാൻ വിശദമാക്കാം. ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ട് എനിക്കൊരു കാര്യം നേടാൻ സാധിക്കുന്നില്ല? പ്രത്യക്ഷമായ കാര്യങ്ങൾ ആർക്ക് പറയാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, എത്ര പേർക്ക് അറിയാൻ നോക്കാം.
ഏതൊരു കാര്യം നേടണമെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? നമുക്ക് ഏതൊരു കാര്യം നേടണം, ഒന്നാമതായിട്ട് വേണ്ട സാധനമാണ് ഫോക്കസ് എന്ന് പറയുന്നത്, ശ്രദ്ധ എന്ന് പറയുന്ന സാധനം. നമ്മൾ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, ആ കാര്യത്തിന്മേൽ എത്ര കണ്ട് ശ്രദ്ധ നമുക്കുണ്ട്, നമ്മൾ സ്വയം വിശകലനം ചെയ്ത പോരെ. ആ കാര്യത്തെ എനിക്ക് പണം വേണം, എല്ലാവരും അല്ലെ, അതാണല്ലോ ഫണ്ടമെന്റൽ നിയമം. എനിക്ക് പണം വേണം, പണത്തെ മാത്രം ശ്രദ്ധിച്ച് നടക്കുന്ന എത്ര പേരുണ്ട്? അതായത് പണം വേണം എന്ന് പറയുന്നവർക്ക് പണം എവിടെയൊക്കെ ഉണ്ട്, പണം എന്താണ്, എങ്ങനെയാണ്, ആരുടെ കയ്യിലൊക്കെ ഉണ്ട് എന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന എത്ര പേരുണ്ട്? പണം വേണമെന്ന് പറഞ്ഞു നോക്കുന്നവർ തന്നെ ഒരു കെട്ട് പണം കണ്ടാൽ അത് നോക്കി നിൽക്കുവോ? അതാ അവന്റെ പണമാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുവോ? നിങ്ങൾ ഒരു ആലോചിച്ച് നോക്ക്, ജസ്റ്റ് നോക്കിക്കോട്ടെ. നിങ്ങൾ നോക്കണേ, ഈ ശ്രദ്ധ, ഇത് കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ കണ്ട് പഠിപ്പിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അതിനൊന്ന് പൊളിക്കാൻ പോവാണ്. നിങ്ങളൊരു സ്ഥലത്ത് ഒരു പെട്ടി നിറയെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ കാണുകയാണ്. ഒരു സ്ഥലത്ത് പെട്ടി നിറയെ നോട്ടുകെട്ടുകൾ കാണുകയാണ്. നിങ്ങൾക്ക് പണം വേണം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ നടക്കണം. ഒരു കെട്ട് നോട്ടുകെട്ടുകൾ അവിടെ ഒരാൾ സുരക്ഷിതമായിട്ട്, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ, ബാങ്കിന്റെ അവിടെ ലോക്കറിൽ അവർ പണം ഇങ്ങനെ വെക്കാൻ വേണ്ടി കെട്ടായിട്ട് ഇങ്ങനെ ബാങ്കിന്റെ ഉള്ളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ആ പണത്തെ നോക്കി ഇങ്ങനെ നിൽക്കുമോ? അയ്യോ, അതവരെ പണം, നോക്കാൻ പാടില്ല എന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കും? ഏതാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് ആൻസർ ചെയ്ത്. ആ പണത്തെ ഇങ്ങനെ നോക്കി നിന്നാൽ ആൾക്കാരെന്ത് പറയലേ, ഇവനെന്തോ പരിപാടിയുണ്ട് എന്ന് പറയില്ലേ? അതുകൊണ്ട് നിങ്ങളിങ്ങനെ കണ്ടിട്ട് പോവില്ലേ? ഉത്തരം നിങ്ങൾ പറയണം, നിങ്ങൾ ശരിക്കും ഉത്തരം പറയണം. ഇവിടെ ഉത്തരം പറഞ്ഞാൽ മാത്രമേ അടുത്ത പരിപാടി നിങ്ങൾക്ക് വരില്ലോ. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ വന്ന് നിത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവർ ഉത്തരമല്ല, പ്രാക്ടീസ് ചെയ്യാത്തവരും ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ ഉത്തരമാണ് എനിക്ക് ആവശ്യം. പ്രാക്ടീസ് ചെയ്യുന്നവർ എനിക്ക് ഒരു ഉത്തരം പറയുള്ളൂ, അത് ഒരു ഉത്തരമേ അവർ പറയാൻ പാടുള്ളൂ. പ്രാക്ടീസ് ചെയ്യാത്തവർ ഉത്തരമാണ് എനിക്ക് സത്യമായിട്ട് പറയണം. നിങ്ങൾ കള്ളം പറയരുത്. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ മഴയല്ലേ അല്ലേ, മഴക്ക് മുമ്പേ ഒരു സാധനം വരുമല്ലോ, അതെങ്ങാനും വരും, സൂക്ഷിച്ചോ. എന്താന്ന് ഞാൻ പറഞ്ഞു, മഴക്ക് മുമ്പേ വരുന്ന സാധനം ഉണ്ടല്ലോ, അത് വരും. അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ എല്ലാവരും ഞാൻ നിർത്തി നോക്കൂ. ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം. എന്നാൽ പിന്നെ സിമ്പിളായിട്ട് പണത്തെ പറ്റി പറയുമ്പോഴേ, നിങ്ങൾക്ക് എല്ലാവർക്കും സൗന്ദര്യം ഇഷ്ടമാണ് അല്ലേ? നല്ല സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്തവരല്ല, നല്ല ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അവിടെയാണ് നോക്കും, ബിജി പറഞ്ഞ നോക്കും, പിന്നെ ജാടയിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണു പോലെ നയിക്കും. ഓക്കെ, എല്ലാവർക്കും സൗന്ദര്യം ഇഷ്ടമാണ്. അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പവും. നല്ല ഉടുത്തൊരുങ്ങി, നല്ല പൂവൊക്കെ ചൂടി, ഇപ്പോൾ ഇത് രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പെണ്ണിനെയാണ് പറയുന്നതെങ്കിൽ രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യാമല്ലോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങളും. അങ്ങനെ ഒരാൾ പോകുന്ന കണ്ടാൽ നിങ്ങൾ നോക്കി നിൽക്കുമോ? നിങ്ങൾ നോക്കാതെ, ഓക്കെ വേണ്ട, നോക്കി നിൽക്കുമോ? അല്ല മുഖം തിരിച്ച് നടക്കുമോ? ഉത്തരം അവർക്ക് മനസ്സിലാതെ നോക്കും. നമ്മുടെ അപ്പം നമ്മുടെ മനസ്സിലെന്താ, കൊള്ളാം, പക്ഷെ ആദ്യം ഒന്ന് നോക്കും, പിന്നെ നോക്കൂല. ആദ്യം നോക്കി എൻ്റെ ദൈവമേ, എൻ്റെ ക്ലാസ്സിലെ എത്ര നല്ല കുട്ടികളാന്ന്, എല്ലാവരും നോക്കി ഇങ്ങനെ നിൽക്കും. നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. പുറത്തിറങ്ങുമ്പോൾ, നാളെ ഞായറാഴ്ചയല്ലേ, പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ആളെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നിൽക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞത് പോയിന്റ് എത്രയാണ്, നമ്മൾ ഏതൊരു കാര്യത്തെയാണോ നേടേണ്ടത് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇത് നിങ്ങൾ സ്വയം വിശകലനമായി തീർക്കുക. ശ്രദ്ധയാണ് ഏറ്റവും വലുത്. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധ കഴിഞ്ഞാലോ, ശ്രദ്ധ വേണം. പിന്നെന്താണ് വേണ്ടത്? എപ്പോൾ വേണം ശ്രദ്ധ എന്നും കൂടി തീരുമാനിക്കേണ്ടത്. എല്ലാ സമയത്തുമാണ് ശ്രദ്ധ വേണ്ടത്. പണത്തെ പറ്റി ഉള്ള ഒരാൾക്ക് പണം വേണം എന്ന ശ്രദ്ധ, അതായത് പണത്തോടുള്ള ശ്രദ്ധ പണത്തെ കാണുമ്പോൾ മാത്രമാ ഉണ്ടാവുന്നു എന്ന ശ്രദ്ധ, അത് ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സാധനമാണ്. അതല്ലാതെ വേറെ സമയത്ത് വേണം. അതല്ലാതെ മറ്റെന്ത് വേണം? പണം വേണം, പണം വേണം, പണം വേണം, പക്ഷെ ബോധമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. നടക്കും. എന്തിന് വേണം പണം? എപ്പോൾ വേണം? എവിടെ വേണം? എങ്ങനെ വേണം? ഇതെവിടുന്നാണ് രൂപീകരിക്കുന്നത്? ഇതെവിടുന്നാണ് ഉണ്ടാവുന്നത്? ഇത് ബോധതലത്തിൽ നിന്നുണ്ടാവുന്ന സംഭവമാണ് അല്ലേ? ഇത് ബോധത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന സംഭവമാണ്. എനിക്ക് എപ്പോഴാണ് വേണ്ടത്? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പണം വേണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് പണം വേണ്ടതെന്ന് ചോദിച്ചാൽ അത് മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 1,00,000 രൂപ സുധക്ക് വേണം. സുധ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് 1,00,000 രൂപ വേണം, 1,00,000 രൂപ വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് സുധയുടെ, സുധ 1,00,000 രൂപ എപ്പോഴാണ് വേണ്ടത്? സുധക്ക് ഒരു മറുപടി പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മറുപടി പറഞ്ഞാൽ അതാണ് ഇപ്പൊ വേണം എന്ന് പറയും അല്ലേ? അത് വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ടായിട്ട് പറയുന്നൊരു കാര്യമാണ്.
അല്ലാതെ എനിക്ക് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് എന്തിനാ, എന്ത് കാര്യത്തിനാ? അല്ല അത് പിന്നെ അവിടെ കൊടുക്കാൻ, ഇവിടെ കൊടുക്കാൻ, അവിടെ അവർക്ക് എങ്ങനെ കൊടുക്കാൻ, ഇത് കൊടുക്കാൻ, ഇതല്ലേ പറയാം. എന്തിനാ ഈ 1,00,000 രൂപ ഇപ്പൊ വേണം? ഓക്കെ, ഇപ്പൊ വേണം. എന്തിനാ? റീസൺസ് ഇല്ല, കാര്യമില്ല, കാരണമില്ല, ആവശ്യമനുസരിച്ച്. അതാണ് പറഞ്ഞത്. എന്താണ് ഈ ആവശ്യം? ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ അത് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ജോലിക്കാരൻ നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുക, അവനെ ഒരേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ജോലിക്കാരനാണ് ബംഗാളിയെ, ഓക്കെ, ബംഗാളിയെ വീട്ടിലേക്ക് വിളിക്കുകയാണ്, ഒരു ജോലി ഉണ്ടെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, കുറേ ദിവസമായി വിളിക്കുന്നു. അവസാനം അവൻ വന്നു. എന്താണ് പറയുക? അമ്മ എന്ത് ജോലിയാ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട്, അത് ഇത് ഒരു 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 രൂപമില്ലാത്ത ജോലി പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അവന്റെ അവസ്ഥ, അല്ലേ? ഇത് പറഞ്ഞ പോയിന്റ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇത് രണ്ട് കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരാൾ കമന്റ് ചെയ്താണ്, ഭയങ്കര രസമുള്ള കമന്റാണ്. 1,00,000 രൂപ എന്തിനാണ്? സ്വർണം വാങ്ങിക്കാൻ, അല്ലേ? ഈ സ്വർണം എന്താ? സ്വർണം വാങ്ങിച്ചിട്ട് എന്തിനാ? 1,00,000 രൂപ നിങ്ങളിൽ വന്നു, നിങ്ങൾ സ്വർണം മേടിച്ചു വെച്ചു, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി സ്വർണവും പണവും തമ്മിൽ എന്താ ബന്ധം? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? രണ്ടിനെ എങ്ങനെയാണ് നിങ്ങൾ കണക്കൂടുന്നത്? ഇങ്ങനെ പറയരുത് കേട്ടോ, വെറുതെ എന്തെങ്കിലുമൊക്കെ. ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പറഞ്ഞ ഈ സാധനം, രണ്ടാമത് പറഞ്ഞ സാധനത്തിലേക്കാണ് ഈ സ്വർണം മേടിക്കുക. സ്വർണവും പണവും തമ്മിൽ എനർജി ഒന്ന് തന്നെയാണ്. നിങ്ങൾ പിന്നെ എന്തിനാ കയ്യിലിരിക്കുന്ന എനർജി എടുത്തിട്ട് അപ്പൊ തന്നെ അതേ എനർജി വാങ്ങിക്കുന്നപ്പോൾ രണ്ടും ഒന്നല്ലേ? നിങ്ങൾക്ക് കയ്യിലിരിക്കണം കാശ് വെച്ചാൽ പോരെ. പിന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം ഞാൻ വേറെ സംസാരിക്കാം, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇത് എസ്കേപ്പിസത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്, എനിക്ക് സ്വർണം മേടിക്കണം എന്നൊക്കെ. എസ്കേപ്പിസമാണ് ഇത്. ഇങ്ങനെയൊന്നും ഇത് വർക്ക് ചെയ്യില്ല. ഞാനിതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ പല ക്ലാസ്സുകളിൽ, മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തരുന്ന കാര്യമാണ്. മറിയം പറഞ്ഞു, ക്ലാരിറ്റി വേണം. എന്താണ്, എന്തിനാണ് പണം വരുന്നത്? ആവശ്യത്തിനാണ്. സ്വർണം നമുക്കുണ്ടാവുന്നത് ആവശ്യത്തിനുള്ള സാധനമാണ്. യെസ്. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ബോധവും ഫോക്കസും ഒന്നിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് നാളെ രാത്രി നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ രണ്ട് സാധനവും ഒന്നിച്ചു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ജീവിതത്തിൽ സാധ്യമാക്കും. അതിന് എങ്ങനെ ഈ രണ്ട് സാധനത്തെയും ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ പറ്റും, അതിനുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള, എല്ലാ സമയത്തും നിങ്ങൾ ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ട്, ഒരു കാര്യത്തെപ്പറ്റി നാളെ വൈകുന്നേരം രാത്രിയത്തെ സ്പെഷ്യൽ മെഡിറ്റേഷൻ ക്ലാസ് വിത്ത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ക്ലാസ് ആണ് ഏറ്റവും. ക്ലാസ് എന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കിയത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് 1 രൂപ കോയിനാണ്, അല്ലെങ്കിൽ 1 ദിറംസ് കോയിൻ, എന്താണോ ഒരു കോയിനാണ് ആവശ്യമുള്ളത്. ഇതെടുക്കുക. നാളത്തെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നാളെ പഠിപ്പിച്ചു തരാം. അത്ഭുതങ്ങൾ ഒരുപാട് വരുത്തിയതും, ഒരുപാട് ലോകത്ത് അത്ഭുതങ്ങൾ അവരൊറ്റ നിറം കോയിൻ കൊണ്ട്, അല്ലേ? രജനീകാന്തിൻ്റെ ഒരു സിനിമയിൽ തന്നെ ഉണ്ട്, അല്ലേ? ഒറ്റ കോയിൻ, ഒരു കോയിനായി കിട്ടിയപ്പോൾ ഒരു, അല്ലേ? ഇതൊക്കെ ഇതിന്റെ ഒരു പണത്തിന്റെ സാമ്രാജ്യം തന്നെ കെട്ടിപ്പിടിച്ച ഒരു പേര്, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഉണ്ട്. ഇതുപോലെ ആ 1 രൂപ നാളേക്ക് നിങ്ങൾ റെഡിയാക്കി വെക്കുക. അത് നിങ്ങളിൽ എന്നും ഉണ്ടാവേണ്ട ഒരു രൂപ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നാളെ പഠിപ്പിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ നാളെ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും നാളെ പഠിപ്പിക്കാന്ന് പറഞ്ഞത്? നാളെ പഠിപ്പിക്കാന്ന് മാത്രമല്ല, പേയ്മെന്റ് മേടിച്ചിട്ടേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വാങ്ങിക്കുന്നത്. അയച്ചോളുക, മെമ്പർഷിപ്പിലെടുക്കുക. നാളെ രാത്രിയത്തെ ക്ലാസ് അതാണ്. അപ്പോൾ എത്ര രൂപ? 1 രൂപ കോയിൻസിൻ്റെ പറ്റിയിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടാനായിട്ട് ഒരൊറ്റ രൂപ കയ്യിൽ വെക്കേണ്ടതിനെ പറ്റി പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ പേയ്മെന്റ് ചെയ്യാൻ പറ്റും? ടൈം നാളെ വൈകിട്ട്, ക്ലാസ് എല്ലാം വൈകിട്ടേ ഉള്ളൂ, രാവിലെ പഠിപ്പിക്കില്ല. രാവിലെ കോടികളെ പറ്റി മാത്രമേ രാവിലെ ഞാൻ പറയുള്ളൂ. ഞായറാഴ്ച രാവിലെ കോടികളെ പറ്റി പറയും, വൈകുന്നേരം നമ്മൾ ഇതിനെപ്പറ്റി പറയും. 1 രൂപയെ പറ്റി കാര്യം പഠിപ്പിക്കാൻ 1 രൂപയിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുന്നതാണോ നല്ലത്, ഇരട്ടിപ്പിക്കുന്ന തുക കൊടുക്കുന്നതാണ് നല്ലത്? നിങ്ങൾക്ക് 1 രൂപ കിട്ടിയ 1 രൂപേനാണോ ഇരട്ടിപ്പിക്കണം? ഞാൻ പണ്ടൊരു കണക്ക് പറയാറുണ്ടല്ലേ, ഒരു ദിവസം ശമ്പളം എന്ന് പറ്റിയിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്, നാളെ പറഞ്ഞുതരാം അതിൻ്റെ. 1 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ, ഓരോ ദിവസവും 1 രൂപ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് എങ്കിൽ 1 വർഷത്തിൽ എത്ര ശമ്പളം ഉണ്ടാവും? ആർക്കെങ്കിലും അറിയോ? 1 രൂപ ദിവസം ശമ്പളം. ഓരോ ദിവസവും 1 രൂപ കൂട്ടിക്കൊടുത്തോണ്ടേയിരിക്കും. ഇന്ന് 1 രൂപ, നാളെ 2 രൂപ, പിന്നെ 3 രൂപ, 4 രൂപ, ഇങ്ങനെ ശമ്പളം കൂട്ടിക്കൊടുത്തോണ്ടിരുന്ന കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ 365 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ശമ്പളം എത്രയായിരിക്കും ഒരു വർഷത്തെ? അപ്പോൾ അങ്ങനെ സമ്പ്രദായമുണ്ട് കോമ്പൗണ്ടിങ്. അതുകൊണ്ട് നാളത്തെ 1 രൂപ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ
പേയ്മെന്റ് തരുന്നു, 1 രൂപയുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത് വേണം? നല്ല കാൽക്കുലേറ്റഡ് ആണ്. പണത്തെ പറ്റി എപ്പോഴും നമ്പേഴ്സിലാണ് സംസാരിക്കുക. അവിടെ കഥയില്ല, ഒള്ളി നമ്പേഴ്സിനെ പറ്റി പറയും. വാട്ട് ടൈം പറഞ്ഞ വൈകിട്ട് 9 മണിക്ക്. അതാ ഗൂഗിൾ പേ. രാജേശ്വരി കൈമൾ, കൺഗ്രാജുലേഷൻസ്. യെസ്, രാജേശ്വരി കൈമളിന് ഞാനൊരു 1011 രൂപ വിലയുള്ള ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നുണ്ട്. ആദ്യത്തെ പേയ്മെന്റ്. എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചോളൂ, ഞാൻ നേരിട്ട് തരും. 1011 രൂപ വിലയുള്ള ഗിഫ്റ്റ്. ഇത്രയല്ലോ കൃത്യമായിട്ട് പറഞ്ഞ്. അത് ഫസ്റ്റ് ഈ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കുക. ബാക്കി എത്ര പേർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള. നിങ്ങൾ പണം വേണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പണത്തിന്റെ പറ്റി പഠിക്കണം. പണം എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. മാത്സ് പഠിക്കണം, സീരിയസ് ആയിട്ട് പഠിക്കണം, അറിയണം. ഇതെല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. അപ്പൊ നാളെ വൈകുന്നേരം സ്പെഷ്യൽ സെഷൻ ആണ്, വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അത് ലൈഫ് ലോങ്ങിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മെമ്പർഷിപ്പിന്റെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ സംസാരിക്കാതെ വെച്ചാൽ ഞാൻ ഇവിടെ ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ക്ലാസ്സിൽ കയറി പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ജീവിതത്തിന്റെ അവസ്ഥയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ സെഷൻസ് ചെറിയ മുതൽ മെമ്പർഷിപ്പ് ഉണ്ട്, ചെറിയ മുതൽ വലിയ മെമ്പർഷിപ്പ് വരെ ഉണ്ട്. അതിലേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കിത്തരാൻ നമുക്ക് പറ്റുന്നത്. അത്രയും ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടാണ്. ചെറിയ പൈസക്കുണ്ട്, 5000 രൂപയ്ക്കുണ്ട്, 7000 രൂപയ്ക്കുണ്ട്, 11,000 15,000 രൂപയ്ക്കുണ്ട്, 1 ലക്ഷത്തിനുണ്ട്. 1 ലക്ഷത്തിന് പറ്റുന്നത് 1 ലക്ഷത്തിന് എടുക്കുക. ഈ ക്ലാസ് സ്ഥിരമായി കേട്ട് മാറ്റാൻ തയ്യാറായ ആൾക്കാർ ഏതെങ്കിലും മെമ്പർഷിപ്പ് ചോദിച്ച് മേടിച്ചേക്കുക. പേയ്മെന്റ് ഒരു തവണ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രൊസീജിയറോട് സംസാരിച്ച് അക്കൗണ്ടിൽ പറഞ്ഞ് 2 ദിവസമായിട്ട് 2 പ്രാവശ്യമായിട്ടും കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ തരികയാണ്. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും താങ്ക് യു വെരി മച്ച്. ബാക്കി നമുക്ക് നാളെ കാണാം.